നമസ്കാരം. ഹായ്, വെൽക്കം ടു മെമ്പോ സിനിമാസ്. മൈസെൽഫ് അയാൻ. ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ് മെമ്പോ സിനിമാസ്. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ചാനലല്ല. മൾട്ടി കോണ്ടൻറ്റുകൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടെക്നിക്കലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഷോർട്ട് ഫിലിംസ് വരാം, അതുപോലെ വെബ് സീരീസുകൾ വരാം, അതുപോലെ ട്രാവലിംഗ് വീഡിയോസ് വരാം. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ് സൗണ്ട് എഞ്ചിനീയറിംഗ്. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്ന പേരാണ് റസൂൽ പൂക്കുട്ടി. പുള്ളി സൗണ്ട് എഞ്ചിനീയർ, ഫേമസ് ആയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയറാണ്, ഓസ്കാർ വിന്നറാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ബെൻ ബ്രട്ട്, പിന്നെ സൂസൻ റോഗേസ്, അങ്ങനെ പറയുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, പണ്ട് മുതലേ വന്നിട്ടുള്ളത്. അപ്പോൾ ലൈവും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസുമാണ്. സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങിൽ 2 വിഭാഗങ്ങളുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷനുണ്ട്, അതുപോലെ മ്യൂസിക് പ്രൊഡക്ഷനുണ്ട്. ഇത് ഒരിക്കലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസിനുള്ള കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞിരുന്നത്. അതിപ്പോൾ സൗണ്ടായിരുന്നാലും, എഡിറ്റ് ആയിരുന്നാലും, DA ആയിരുന്നാലും, ഇപ്പോൾ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആയിരുന്നാലും, നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്തിന് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും, ഇതൊന്നും നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇതാണ് സൗണ്ട്, ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഇത്ര ഹേർട്സാണ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല നമ്മളിപ്പോൾ കുറച്ച് വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്താണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് കാര്യവും നമുക്ക് ഞാനിപ്പോൾ എന്ത് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നാലും ഇപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ഞാനത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരും. അതുപോലെ ഒരു കാര്യമാണ്, ഇപ്പോൾ സൗണ്ട് പഠിച്ചിരുന്നാലും എഡിറ്റ് പഠിച്ചിരുന്നാലും ഏത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നാലും നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പം ഒരു വലിയ ഫേമസ് എൻജിനീയർ ഉണ്ട്, ഇല്ലെങ്കിൽ ഫേമസ് എഡിറ്റർ ഉണ്ട്, അപ്പോൾ അവരെ പോലെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കരുത്. ഇപ്പോൾ ഏണിങ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസാണ് വേണ്ടത്. എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ കോൺടാക്ട്സ് ആണ്. നല്ല കോൺടാക്ട്സ് ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുക, അതിനനുസരിച്ചായിരിക്കും ഏണിങ്സ് ഉണ്ടാവുക. അപ്പോൾ ഒരാൾ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൂടുതൽ ഏണിങ് കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രം ഞാനിത് നോക്കണം, അങ്ങനെ നോക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്നു, അതിനനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുക, നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗണ്ടിനെ കുറിച്ച്, ഇപ്പം സൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഇപ്പം ഒരു ബൂത്തിനകത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോക്കകത്ത് സൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 സോഫ്റ്റ്വെയർസ് ഉണ്ട്. ലോജിക് യൂസ് ചെയ്യാം, പ്രോ ടൂൾസ് യൂസ് ചെയ്യാം, ക്യൂബേസ് യൂസ് ചെയ്യാം, നിയോണ്ടോ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷനിലാണെങ്കിലും ഒരുപാട് മ്യൂസിക് പ്രൊഡക്ഷൻ, ലോജിക് പ്രോയിലാണ് കൂടുതലും മ്യൂസിക് ചെയ്യണം. പിന്നെ സ്റ്റുഡിയോ വൺ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ ഡോ, പിന്നെ ഗാരേജ് ബാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്കിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ്, സെയിം ആസ് ലോജിക്. അതിനകത്ത് തന്നെ ഒരുപാട് കിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സോങ്ങുകളൊക്കെ ചെയ്യാം. അത്യാവശ്യം അതിനകത്ത് പ്ലഗിങ്സ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ട്രാക്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മ്യൂസിക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പ്രോ ആയിട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡിയോക്കകത്ത് നമ്മൾ പ്രോ ആയിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ബേസിക് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പ്രോ ടൂൾസ് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലയിടത്ത് ഈ ചെറിയ ഡബ്ബിങ് മാത്രം, ഇപ്പോൾ വോയിസ് ഓവർ നറേഷൻ ഇങ്ങനെയൊക്കെ മാത്രം ആകുമ്പോഴത്തേനും അതിന് ഇത് മതി, നിയോണ്ടോ അല്ലെങ്കിൽ ക്യൂബേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും. ജസ്റ്റ് ഒരു മ്യൂസിക് മിക്സ് ചെയ്യുക, മീൻസ് വലിയ രീതിയിലൊരു സോങ് മിക്സ് ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ സോങ്ങൊക്കെ കട്ട് ചെയ്തില്ലേ, ഡാൻസിനൊക്കെ 2-3 സോങ് ക്ലബ് ചെയ്തിട്ടൊക്കെ ചെയ്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ക്യൂബേസോ നിയോണ്ടയോ ഇതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് പ്രോ ടൂൾസ് ഓൺ ചെയ്തിട്ട് പ്രോ ടൂൾസ് എന്ന സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് എങ്ങനെ ഒരു സെഷൻ ഉണ്ടാക്കാം, എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനകത്ത് എങ്ങനെ ഒരു ട്രാക്ക് ഇട്ടിട്ട് ആ ട്രാക്കിൽ നമ്മളെങ്ങനെ റെക്കോർഡ് ചെയ്യണം, മൈക്ക് ഇൻപുട്ട് കൊടുത്ത് റെക്കോർഡ് ചെയ്യണം, നമുക്ക് നോക്കാം. നമ്മളിതേ ഇപ്പോൾ ഇതേ സെഷൻ വന്നു, അതിൽ 24 bit 48 ഇതൊക്കെ ആക്കാൻ വേണ്ടി നോക്കിയതിനു ശേഷം ലൊക്കേഷൻ നോക്കുക.
നമ്മൾ ഏത് ലൊക്കേഷനിലോട്ടാണോ പോകേണ്ടത് എന്നുള്ളത് നോക്കുക. നോക്കിയതിന് ശേഷം നമ്മൾ ആ ലൊക്കേഷൻ പേര് കൊടുക്കണം. പേര് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഇപ്പം ഈ കണ്ട പോലെ ഒരു വിൻഡോ വരും. ആ വിൻഡോക്കകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് കയറി ന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ട്രാക്കിൻ്റെ കാണിക്കും. ട്രാക്ക് എടുക്കുന്നില്ല, എത്ര ട്രാക്ക് വേണം, എത്ര മോണോ ട്രാക്ക് വേണം. ഇത് മോണോ, അതുപോലെ ഓഡിയോ ട്രാക്ക്. നമ്മളിപ്പം ഓഡിയോ ഇടുന്നതുകൊണ്ട് ഓഡിയോ ട്രാക്ക് എടുക്കുക. അപ്പോൾ ഇത് ഒരു ന്യൂ ട്രാക്ക് വരും. അതിലിത് ഇപ്പോൾ ഇൻ്റർഫേസ് എടുക്കുക, അതിൽ മൈക്കോൺ. ഇപ്പോൾ ഇൻ്റർഫേസ് ഒക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫുൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ കാർഡ് കണക്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണിക്കും, നമ്മുടെ ഏത് കാർഡാണ് എന്നുള്ളത് കാണിക്കും. ഫോക്കസ് റേറ്റ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കാർഡാണ് വച്ചിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതിനകത്ത് മൈക്ക് ഓൺ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ മൈക്ക് ഓണിലാണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പം ഇതിനകത്ത് 4 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കൊടുത്തിരുന്നില്ല, വെറുതെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അത് കൊടുത്തിട്ട് 48 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്നൽസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഫോക്കസ് റേറ്റ് കൊടുക്കുക. അപ്പോൾ എസ് എന്ന് കാണിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെഷൻ വീണ്ടും പഴയ പോലെ തന്നെ വരും. ഓക്കെ, എന്നിട്ട് മൈക്കിൻ ഒന്നിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നിലാണ് കൊടുത്തേക്കുന്നത്. അതിലിത് റെക്കോർഡ് ബട്ടൺ, ഇവിടെയാണ് റെക്കോർഡ് ബട്ടൺ വരിക. ഈ റെക്കോർഡ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് എനേബിൾ ആവും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇത്രയും പറഞ്ഞാൽ പോരാ, ഇത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ആവാനും കൂടി അറിയണം അല്ലേ. ഈ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് 3-4 റെക്കോർഡിംഗ് സെറ്റിങ്സ് ഉണ്ട്. മീൻസ് നോർമൽ, ലൂപ്പ്, ഡിസ്ട്രക്റ്റീവ്, കിക്ക് പഞ്ച്. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് കിക്ക് പഞ്ചാണ്. അപ്പം എവിടെ വെച്ച് വേണമെങ്കിലും പഞ്ച് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ മറ്റൊരു മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ട് അവിടെ നിന്ന് റോൾ ചെയ്യുമ്പോഴത്തേനും പോയി വന്ന് വേണം റോളാവാൻ. പ്രീം പോസ്റ്റും ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് കാർഡിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യും. ഇത് മാത്രമല്ല, സൗണ്ട് കാർഡ് ഒത്തിരി സൗണ്ട് കാർഡുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം എന്തായാലും ഒരു വീഡിയോ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഓഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോയ്ക്ക് എങ്ങനെ EQ ചെയ്യുന്നു, എങ്ങനെ ഡൈനാമിക്സ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സാധനങ്ങളെ പറ്റിയിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്.